സംസ്ഥാനത്ത് ഇന്നും തീവ്രമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്, 5 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വെള്ളപ്പൊക്ക ദുരന്തം വിതച്ച പത്തനംതിട്ടയിൽ നേരിയ ആശ്വാസം. ആറന്മുളയിലും റാന്നിയിലും ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി. ആറന്മുളയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. അപ്പർ കുട്ടനാട്ടിലും തിരുവല്ലയിലും സ്ഥിതി രൂക്ഷം. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിലും വ്യാപാരികൾക്കുള്ള സഹായത്തിലും മന്ത്രിസഭ തീരുമാനം ഇന്ന്. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള പോലീസ് അതിക്രമത്തിലും അയോധ്യ സംഭാവന കൊള്ളയിലും പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും മറുപടി പറയണമെന്ന ആവശ്യം. ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടി യോഗം ഇന്നും നാളെയും മഹാരാഷ്ട്രയിൽ. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയ് സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് ഇന്ന്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. നടി തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ DMK. ജാമ്യം ലഭിച്ച ഉദയനിധി ഇന്ന് നിയമസഭയിലെത്തും. യമൻ തീരത്ത് ചെങ്കടലിൽ ഇന്ത്യൻ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണം. കപ്പൽ ചാലുകളിലൂടെ സ്വതന്ത്ര ഗതാഗതം വേണമെന്നും ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 14 നാവികരെയും രക്ഷപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിൽ തീരുമാനം ഉടനെന്ന് അമേരിക്ക.